ഇന്നേ എണീറ്റ ഇച്ചിരി വൈകി കൊണ്ടിട്ട് ലഞ്ചി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ബീൻസും സവാള മുളക് ഒക്കെ ഇട്ട് അരിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി എണ്ണയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അത് ഞാൻ ഒലത്താനായിട്ട് വെച്ചു കേട്ടോ. കുറച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചു, മൂടി വെച്ചു. ഞാൻ ചൂര എടുത്തിട്ടുണ്ട്, പൊരിക്കാം എന്ന് വിചാരിച്ചേ. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലെ പൊടിക്കൈകളൊക്കെ ചേർത്തൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക്, ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി ഞാൻ കുറച്ച് നേരം ഞാൻ അത് വെച്ചു കേട്ടോ. അപ്പോഴേ ഞാനൊരു കാര്യം എടുത്തേ, നിങ്ങളുടെയൊക്കെ അവിടെ ഈ ഒലത്തന തന്നെയാണോ പറയണേ? പലരാണ് പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ചിലർ മേക്ക് വരട്ടി എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങളുടെ വീട് അവിടെ എന്താ പറയണതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് പെരട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തുറന്ന് നോക്കി, ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഞാനത് വീണ്ടും ഞാൻ മൂടി വെച്ചേ. അപ്പോൾ ഞാൻ ഇത് മീൻ പൊരിക്കാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അത് ഒന്ന് ചൂടായെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പിറക്കിയിട്ടിട്ടാണ്. അപ്പോൾ അത് ഞാൻ പിറക്കിയൊക്കെ ഇട്ട് അത് ഇനി ഒന്ന് പൊരിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പുറത്തിരിക്കുന്ന സംഭവം ഞാൻ ഒന്നും കൂടെ നോക്കി. അപ്പോൾ അത് വെന്തിട്ടില്ല. വീണ്ടും ഞാനൊന്ന് ചിക്കിയിട്ടിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ടു കേട്ടോ. രണ്ടിനും സിമ്പിളായിട്ടുള്ള പൊടികളാട്ടോ ഉപയോഗിക്കണേ. കൂടുതലൊന്നും ഡെക്കറേഷനൊന്നും ഞാൻ നിന്നിട്ടേ ഇല്ല. അപ്പം ഞാൻ അതും അങ്ങനെ സെറ്റാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചു. അപ്പോൾ നമ്മുടെ മീൻ പൊരിഞ്ഞിട്ടുണ്ട്. ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞുണ്ട്. അപ്പോൾ ഞാനത് മറിച്ചിട്ടേ അണ്ടേ ഞാൻ വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ട് കേട്ടോ. ഇളക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വേവൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ വേട്ടേന്ന് പറഞ്ഞാൽ അത് മൂടി വെച്ച്. അപ്പോൾ ഇവിടെ എൻ്റെ മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ട് വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ യൂണെ. ബീൻസ് ഉലത്തിയത്, മീൻ പൊരിച്ചത്, ഇന്നലത്തെ ചൂരമീൻ കറി കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡിഷാണ്. ഉണ്ടാക്കി വെക്കുക, എല്ലാവരും കഴിച്ചു.